ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 11-ാം തീയതി പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം ഉൾപ്പെടെ വൻ താരനിര അഭിനയിച്ച ഇമോഷണൽ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് അബ്രഹാം ഓസ്ലർ. സിനിമയുടെ ആദ്യ ഷോയുടെ ആദ്യ പകുതിയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ സിനിമ ഇതുവരെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് എല്ലായിടത്തു നിന്നും നേടിയെടുത്തിരിക്കുന്നത്. രണ്ടാം പകുതിയിലേക്കുള്ള ആകാംക്ഷ നിലനിർത്തുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടേതെന്നും എൻഗേജിംഗ് എക്സലന്റ് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് പ്രേക്ഷകരിൽ നിന്ന് സിനിമ ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. പോലീസ് വേഷത്തിൽ ഡിപ്രഷൻ അടിച്ചൊരു ജയറാമിനെ ട്രെയിലറിലെല്ലാം തന്നെ നാം കണ്ടതുപോലെ ഒരു ജയറാമിനെയാണ് ആദ്യ പകുതിയിൽ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മികച്ച രീതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നു. ഒപ്പം മറ്റു താരനിരയും സിനിമയിൽ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത മിഥുന്റെ ജയറാം നായകനെത്തിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയ്ക്ക് ആദ്യ പകുതിക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് രണ്ടാം പകുതിയിലേക്കാണ്. കൂടുതൽ സസ്പെൻസ് എലമെന്റ്സ്, ത്രില്ലിംഗ് എലമെന്റ്സ് ഒപ്പം തന്നെ സിനിമയിലുണ്ട് എന്ന് പറയപ്പെടുന്ന കാമിയോ എല്ലാം തന്നെ വരുമ്പോൾ അതോടൊപ്പം തന്നെ വൗ ഫാക്ടേഴ്സ് എല്ലാം തന്നെ രണ്ടാം പകുതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അബ്രഹാം ഓസ്ലർ കഴിഞ്ഞ ദിവസത്തെ പ്രിവ്യൂ റിപ്പോർട്ട്സുകൾ ശരിവെക്കുന്ന രീതിയിൽ ആദ്യ ദിവസം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കട്ടെ, തിയേറ്ററുകളിലെ തരംഗമാകട്ടെ അബ്രഹാം ഓസ്ലർ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കും ഇതിന്റെ ജയറാം നായകനെത്തിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ മുഴുനീള ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ കേട്ട് കൂടുതൽ വാർത്തകൾ കേട്ട്